ഗൈസ് വെൽക്കം ബാക്ക് ടു ലൈക്ക് സ്റ്റോറീസ്. ഇപ്പോൾ ഞങ്ങൾ എവിടെയാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? എവിടെയാ? ഞങ്ങൾ കോയമ്പത്തൂരാണ്. ഒരു 1 വീക്കായി. ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നേ ഉണ്ടായിരുന്നില്ല. നല്ല ബിസി ആയിരുന്നു, സത്യം പറഞ്ഞാൽ ബിസി ആയിരുന്നു. നമുക്ക് ഫോൺ എടുക്കാൻ പോലും ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞങ്ങളൊരു സൺഡേ ഫോൺ എടുത്തിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് പോവാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് ഞങ്ങൾക്ക് കോൺവെക്കേഷൻ ഡേ ആണ് കോളേജിൽ. അപ്പോൾ അതിന് ഡ്രസ്സ് നോക്കണം. പിന്നെ അലർച്ചില നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഒരു സിനിമയ്ക്ക് പോകണം. ഇതൊക്കെയാണ് പ്ലാൻ ഇന്നത്തെ. സോ അങ്ങനത്തെ ഒരു ഒരു ഡേ ഔട്ട് വ്ളോഗിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ കോയമ്പത്തൂര് അങ്ങനെയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കൂടുതൽ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഞങ്ങളിപ്പോൾ ഒരു റെഡ് ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ബ്രൂക്ക്ഫീൽഡ് മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ മോളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഡ്രസ്സ് അത്യാവശ്യം ഉണ്ട്, കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചില വീഡിയോസൊക്കെ. എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞ് നിങ്ങളത് കാണും. ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോന്നായി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ റെഡ് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഷു ഉണ്ട് ഇവിടെ. ഞങ്ങൾ വീണ്ടും ഒരുമിച്ചാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോളേജ് തീർന്നു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഒരു വഴിയാവുന്നതാണ് വിചാരിച്ചത്, എപ്പോഴെങ്കിലുമൊക്കെ മീറ്റിംഗ്. പക്ഷെ വീണ്ടും ഞാൻ ഈ ആളെ കുറച്ച് വർഷം കൂടി കാണും തോന്നുന്നു. ഓൾമോസ്റ്റ് ഒരു 1 year വരെ കാണുന്നുണ്ടാവും. ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ എ ലോങ് കുറേ സമയം എടുത്തു വരാൻ. നല്ല ദൂരമുണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന്. കൊറേ ഉണ്ട്, വലിയ മോൾ. ഗൈസ് 4:30 വരെ ഇവിടെ ഞങ്ങൾ നിൽക്കും. കുറേ പടിയുണ്ട് ചെയ്യാൻ. 3 kg ഷുഗർ ഫ്രീ. നമുക്ക് വാങ്ങിച്ചാലോ? എന്തിനാ ഷുഗർ? പലചരക്ക് സാധനങ്ങളോടാണല്ലോ അട്രാക്ഷൻ. ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ഉള്ളിൽ കയറാൻ പോവാം. ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് നോക്കാം. വെസ്റ്റ് സൈഡിൽ ആദ്യം കയറി എല്ലാവരും കയറണം. ഗൈസ് ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൗട്ടാവുന്നുണ്ട്, പക്ഷെ ഇഷ്ടമാവുന്നുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും നോക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ഐഷു വേറൊരു സൈസ് എടുക്കാൻ പോയിരിക്കുകയാണ്. അതെടുത്തിട്ട് വരും. അങ്ങനെ ഇതാണ് ഇനി പറയാം. ഇതാണ് ലാസ്റ്റ് പരിപാടി. കോളേജിലത്തെ ഒരു ഗ്രാജുവേഷൻ പരിപാടിയാണ്. അപ്പോൾ അതിന് എല്ലാവരും ഉണ്ടാവും വിചാരിക്കുന്നു. ആരെയിലൊക്കെ അറിയില്ല. അങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോ വിശേഷങ്ങൾ. ഞങ്ങൾ മിക്കവാറും ഈ മോളിൽ തന്നെ കുറേ നടക്കും. കുറേ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അന്നൊരു പ്രോസോ മോൾ എന്ന് പറഞ്ഞാൽ പോയിട്ട് എനിക്ക് അന്ന് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അന്ന് പോയിട്ട് അവിടെ കുറച്ചുകൂടി കുറവായ പോലെ തോന്നുന്നത്. പക്ഷെ അന്ന് അച്ഛനും അമ്മയും കൂടെ പോയപ്പോൾ കുറേ ഉള്ള പോലെ തോന്നി. പക്ഷെ പിന്നെ പോയപ്പോൾ അത് അത്ര ഇതായിപ്പോയി. പക്ഷെ ഇത് ഭയങ്കര വലുതാ. പക്ഷെ ഭയങ്കര ദൂരമുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. ഞാൻ രസം അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഡ്രസ്സൊന്നും കിട്ടുന്നില്ല. എന്നുവെച്ചാൽ കിട്ടി, ഞങ്ങളുടെ പ്രതീക്ഷ വിടില്ല. അതന്നെ. ഇവൾക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. ഇവളുടെ പ്രതീക്ഷയിലുള്ള ഡ്രസ്സേ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് അത്യാവശ്യം വരുന്നുണ്ട്, എന്നാലും സൈസ് കിട്ടുന്നില്ല. ഞാനിങ്ങനെ നടക്കണം. അടുത്ത ഷോപ്പിക്ക് പോവാണ്. 4 വരെ സമയമുണ്ട്. സ്പാർ, അതാണ് സൂപ്പർ മാർക്കറ്റ്. ഞങ്ങളിനി ലൈഫ് സ്റ്റൈലിൽ കയറാൻ പോവാം നോക്കാൻ ഡ്രസ്. അങ്ങനെ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നും വാങ്ങാതെ എല്ലാവിടെയും ഞങ്ങൾ കയറുന്നുണ്ട്. പക്ഷെ ഒന്നും വാങ്ങുന്നില്ല. എല്ലാം വാങ്ങും. പക്ഷെ ഇങ്ങനെ ഇവരൊക്കെ പേടിയുള്ളവരാ. എനിക്ക് പേടിയാ, പക്ഷെ ഞാൻ അഡ്വഞ്ചറസിന് ഇറങ്ങും. എന്താ മേലെ നല്ല ഹൊറർ സാധനങ്ങളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇവിടെ മെഹന്തി ചെയ്യിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാ കണ്ടോ, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ ആരും വരില്ല.
ഞങ്ങളങ്ങനെ സബ്വേയിൽ വന്നിരിക്കുക. ഭയങ്കര ക്രേവിങ്സാണ്, കഴിക്കാൻ വെച്ചിട്ട് ഭയങ്കര നന്നായി ക്രേവിങ്സാണ്. കഴിക്കാൻ പോയിരുന്നു സബ്വേയിൽ. വിശപ്പ് ഞങ്ങളിപ്പോൾ നിർത്തി തൽക്കാലം ഷോപ്പിംഗ്. പക്ഷെ രണ്ട് സാധനം ഇഷ്ടമായി, വാങ്ങിയില്ല. പപ്പടം കഴിച്ച് നന്നായി വിശക്കുന്നുണ്ട്, നല്ലോണം നന്നുണ്ടോ. ഇരുന്ന് വെള്ളറക്കാണ്. മോർണിംഗ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ആപ്പിൾ കഴിച്ചു, എന്നാൽ സമയം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഷോപ്പിങ്ങിന് വരണമല്ലോ, പിന്നെ വായയുടെ തുമ്പത്ത് നിൽക്കുക. ചിപ്പോട്ട്ലി ബാർബിക്യൂ. നമുക്ക് ആ സിയോളിൽ ലൈഫ് സ്റ്റൈലിൽ പോവാം. തമിഴ് മാലിന്യം കൊറിയൻ സ്റ്റൈൽ. ഇനി ഡ്രസ്സ് മതി. ഷീറ്റ് മാസ്ക് വിൽക്കാൻ പോകും. വാങ്ങാൻ വന്നത് വേറെ സാധനം, വാങ്ങിയത് വേറെ സാധനം. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവളെ കണ്ടു. ഞാൻ എട്ടി. ഒരു പരിചയമുള്ള മുഖം എവിടെ, കോയമ്പത്തൂർ ഒരു പരിചയമുള്ള മുഖം. ഐഷു പിന്നെ ഞങ്ങൾ എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയി. സാരില്ല, പിടിച്ചവരുടെ പോലെ നല്ല നീ ലുക്കല്ലേടാ. പിന്നെ ഞങ്ങള് വെസ്റ്റ് സൈഡ് പോവാ. ലിപ്സ്റ്റിക് അല്ലേ ഭാഗം എഡിറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് അടിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ എൻ്റെ അങ്ങനെ കിട്ടിയാൽ മതി. അങ്ങനെയൊന്നും കുഴപ്പമില്ല. എൻ്റെ പ്രേക്ഷകർക്ക് അതൊന്നും ഇഷ്ടമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. എൻ്റെ നമ്മൾ ഇഷ്ടപ്പെട്ടു. നീ ആ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകണ്ടോ? ഞങ്ങളങ്ങനെ ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, 2 സാധനങ്ങളെ വാങ്ങിയുള്ളൂ. വേറെ ഡേ വരാമെന്ന് വിചാരിച്ചു. സിനിമയ്ക്ക് ടൈമായി, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഫൺ റിപ്പബ്ലിക്. ഐഷു കോളിംഗ് റെഡ് ടാക്സി മാൻ. ഓക്കെ ബൈ. ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ അവിടെയും തപ്പാൻ ഫൺ റിപ്പബ്ലിക് വാങ്ങാഞ്ഞത് നന്നായി. ഷോപ്പേഴ്സ് അടുത്ത മോളിൽ വന്നു ഗൈസ്. ഞങ്ങൾ ഫൺ റിപ്പബ്ലിക് മോൾ. ഞങ്ങൾ ടയേർഡായി. ശരിക്കും ഞങ്ങൾ നല്ല ടയേർഡാണ്. കുറേ നടന്നു, കാലൊക്കെ വേനിക്കാൻ തുടങ്ങി. നന്നായി കലക്കിക്കൊന്നില്ല. താഴത്ത് മാത്രമേ സിറപ്പുള്ളൂ. എന്തൊരു മധുര. ഞാൻ റെഡി ആവുക ആണോ? ക്രാന്തം പിടിച്ചു. ഈ സിനിമയാണ് കാണാൻ പോകുന്നത്, പ്രകമ്പനം. ഫൺ മൂവിയാണെന്നാണ് കേട്ടത്. ഫണ്ണാവാൻ പോവാ. നല്ല സിനിമ വരാൻ വന്നിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് കാണാം, ഫുൾ കാണട്ടെ. നല്ല സിനിമ ഇൻട്രവലായി. നല്ല രസമുണ്ട്, ഫണ്ണാണ്, ചിരിച്ചോണ്ടിരിക്കാം, അടിപൊളിയാണ്. ഇനി അടുത്ത പാർട്ട് കാണാൻ വെയിറ്റിംഗ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. സിനിമ അങ്ങനെ കഴിഞ്ഞു. ഓർക്കപ്പിച്ചത് അടിപൊളിയായിരുന്നു. നന്നായി ചിരിച്ചു. നല്ല അടിപൊളി പ്രകമ്പനം, സൂപ്പർ. നല്ല ഫണ്ണുണ്ടായിരുന്നു, നല്ല കോസ്റ്റ് വൈബ് ഉണ്ടായിരുന്നു. ഇച്ചിരിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ തിരിച്ചതാ ഹോസ്റ്റലിൽ പോകാം, അല്ല ഞങ്ങൾ ബീച്ചിൽ പോകും.
ഗൈസ് അങ്ങനെ താ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി, റൂമിലെത്തി. ഇപ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താ ജസ്റ്റ് ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ പിന്നെയും ജോലിക്ക് പോകാം. കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് വരുന്ന വ്ളോഗ്സിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐഷു ടയേർഡാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. സോ ബൈ ഗൈസ്.